ഞാനൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയി. ഞാൻ 2 എണ്ണം കഷ്ടപ്പെടാതെ തന്നെ പിക്കും. പക്ഷേ അതിൽ ആ 2 എണ്ണത്തിൽ ഏത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നത് പോലെ സജസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷേ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ആൻസർ കണ്ടെത്തി. എൻ്റെ അപ്പലേക്ക് ഭയങ്കര ഷെയർ ചെയ്യണം സ്റ്റാർട്ട് പിന്നെ ഭയങ്കര ചോക്ലേറ്റ്സാണ്, ഭയങ്കര ഡ്രൈ ആണ്. ഞാൻ ലിബാമോ അല്ലെങ്കിൽ വെള്ളം കുടിക്കാം എന്തെങ്കിലും ഒന്ന് സ്കിപ്പായി കഴിഞ്ഞോ. പിന്നെ ഈ നമ്മുടെ മൈബോസ് സിമ്മിൽ വരുന്നില്ലേ, അതിലവർക്കതുപോലെ ആക്കി ആ കൂട്ടിരിക്കരുത്. നന്നായിട്ട് മുരിഞ്ഞ് കരിഞ്ഞ് പോരാത്തതിനും ഈ പിച്ചിയെടുത്ത ചാവ് നന്നായിട്ട് മുറിയായി ബ്ലഡ് കയറി വരും ചൂട്. അങ്ങനെയാണ് എനിക്ക് ഈ ഫീലിംഗ് സ്വഭാവം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷനാണ്, അങ്ങനെ തപ്പിയെടുത്ത് പൊളിച്ച് ആ സ്വഭാവം ഒത്തിരി വേണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ. സോ ആ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല. നല്ല മോയ്സ്ചറായിട്ട് നിൽക്കണം, പിങ്കി സോഫ്റ്റ് ലിപ്പ് കിട്ടണം, പിഗ്മെൻറ്റേഷൻ പോകണം, ചെറിയൊരു റെഡ് കളർ ഓക്കെ. ഇതിൻ്റെ കൂടെ തന്നെ അഫോർഡ് ആവണം. പിന്നെയെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ലിപ് ബാം തേച്ച് പെട്ടെന്ന് തീരാൻ പാടില്ല, ഈസി ആവരുത്, ലോങ് ലാസ്റ്റ് വേണം. പിന്നെ ഒരൊറ്റ പ്രൊഡക്റ്റിൽ തന്നെ ഒത്തിരി റിസൾട്ട് വേണം. പല ഞാൻ യൂസ് ചെയ്തേക്കുന്നതിൽ എനിക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇതാണ് വാസലിൻ്റെ. ഇപ്പോൾ അല്ല സോറി വാസലിൻ്റെ ഈ ലിപ് ബാം എനിക്ക് ഞാൻ യൂസ് ചെയ്തതിൽ ഭയങ്കര ബെനിഫിറ്റായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് പാക്കാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 2 months ആവുന്നു കേട്ടോ. ഇപ്പോഴേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ എടുക്കുക, ഗ്രീസി അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ചെറിയൊരു പിൻ്റെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഭയങ്കര കളറൊന്നുമില്ല, നാച്ചുറൽ ഫിനിഷാണ്. പക്ഷേ 1 യൂസ് തന്നെ ആ ഷോർട്ട് ലിപ്സ് മൊത്തം പോകും, ഡ്രൈനസ് പോയിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് പ്ലംപി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ലിപ്പിലെ ഇതൊന്നും എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ല റിസൾട്ടാണ്. ഒറ്റ സ്വൈപ്പ് തന്നെ നമുക്ക് ഇതാവും. പക്ഷേ നമുക്ക് ലയ ബൈ ലയ അപ്ലൈ ചെയ്താൽ നല്ലതാണ്. ഓക്കെ, അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല. പിന്നെ ഒരു ഉച്ചോളം ഹവറെങ്കിലും ലോങ് ലാസ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ലിപ്പിലിട്ടതിന് ശേഷം. ഓക്കെ, പിന്നെ രണ്ടാമത് ഞാൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിന്നു എന്ന് പറഞ്ഞ ലിപ് ബാം അത് ഈ പ്ലിക്സിൻ്റെ ഗുവ ഗ്ലോ ലിപ്പ്. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ആ ലിപ്പ് ബാം. ഓക്കെ, ഇത് വിറ്റാമിൻ സി, ഷിയ ബട്ടർ, SPF 30 PA++, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഡാർക്ക് ലിപ്പിന് ഭയങ്കരമായിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ബേസ്ഡ് ആണ്. ഡാർക്ക് ലിപ്സിന് ഭയങ്കര ഇതാണ്. പിഗ്മെൻറ്റഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഹെവി പിഗ്മെൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പെട്ടെന്നൊരു റിസൾട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഭയങ്കര ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിഗ്മെൻറ്റഡ് ബേസ്ഡ് ആണ്. പിന്നെ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ഓപ്ഷൻ ആക്കി എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാക്കിങ് കണ്ടില്ല, ഇതിൽ പെട്ടെന്ന് തീരും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കൊരു 1.5 മാസം 2 മാസമൊക്കെ കഷ്ടിച്ച് കിട്ടുള്ളൂ. കാരണം ഞാൻ ഇത് ഭയങ്കര ജ്യൂസി ഗുവാ സ്മെല്ലാണ്. പിന്നെ പെട്ടെന്ന് നമ്മുടെ ലിപ്സിൽ പോകും. എന്തെങ്കിലും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പോകും. അത്രയും ലോങ് ലാസ്റ്റ് ആയിട്ട് ലിപ്പിൽ നിൽക്കില്ല. നമ്മളൊക്കെ വട്ടിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മായ്ക്കുകയും മുഖം കഴുകുകയൊക്കെ ചെയ്താൽ തന്നെ പെട്ടെന്ന് പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് തീരും. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ലിപ്പിലിടേണ്ട ആവശ്യം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ നെറ്റിക്കൊഴിഞ്ഞെടുത്തേക്ക് പോകാത്തൊക്കെ നല്ല അങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഇത് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ആക്കി വെച്ചത്. പക്ഷേ നല്ലൊരു ഇതാണ്, ഞാൻ ഭയങ്കര ഫാൻ അതിൻ്റെ. കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ഗ്ലോയി പിങ്കി ലിപ്സ് കിട്ടും. പിഗ്മെൻറ്റേഷൻ ഫുൾ വാനിഷ് ആവും എൻ്റെ ലിപ്പ്. എനിക്ക് വാനിഷ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെയാണ് എത്ര പെട്ടെന്നാണെന്നൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നോക്കാം. നല്ലൊരു റിസൾട്ടാണ്, ഭയങ്കര ഒരു ഗ്ലോയി ലിപ്പാണ്. പിന്നെ പിങ്കി ആയിട്ടൊരു നമ്മുടെ ലിപ്പിൻ്റെ തന്നെ ഒരു ഫാനായി മാറുന്ന പോലെ. ലിപ്പിനെ ലിപ്സ്റ്റിക്കും ലിപ് ബാമും ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ തരാൻ കഴിവുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലിപ്സാണ്. ഒന്ന് പെട്ടെന്ന് തീരും, അതുകൊണ്ട് ഞാൻ പിന്നെ അത് സെക്കൻഡ് ഓപ്ഷൻ ആക്കി വെച്ചേക്കുന്നു. അപ്പോൾ കണ്ടോ, ചെറിയൊരു പിഗ്മെൻറ്റേഷൻ ഉള്ളൂ, ഭയങ്കര ഗ്ലോ ആയിട്ട് നോക്കും, പക്ഷെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ 2 എണ്ണമാണ് ഫസ്റ്റ് നമ്മുടെ വാസലിൻ ഒരു ഓപ്ഷനായിട്ട് ഞാൻ കണ്ടിരിക്കുന്നതാണ്. രണ്ടാമത്തെ നമ്മുടെ പ്ലിക്സ്. ഈ 2 എണ്ണമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു സാധനം. രണ്ടും നല്ല റിസൾട്ടാണ്. ഇതിൻ്റെ വന്നിട്ട് 350 രൂപ, സെയിം അല്ല 350, ഇതിന് 295. ഇനി ഈ ലിപ് ബാം പോലെ ഞാൻ അത്യാവശ്യം മടിയില്ലാത്ത ദിവസങ്ങൾ യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അത് കാണിച്ചു തരാം. പക്ഷെ അതിന് ഈ പാത്രം അതിൻ്റെ അല്ല, ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ, അത് കാണിച്ചു തരാം. കണ്ടോ? അയ്യോ ഇതാണ് ആ സാധനം. എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ സാധനം. ഇത് ഞാൻ റോസ് വാട്ടറും ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള റോസ് വാട്ടർ, പിന്നെ സാഫ്രോണ്, റോസ് വാട്ടർ, സാഫ്രോണ്. ദ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ് അലോവേര ജെല്ലല്ല മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സാഫ്രോണാണ് കേട്ടോ. സാഫ്രോൺ കാണിച്ചത്, സാഫ്രോൺ ഇതിലിട്ടിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് കണ്ടാ സാഫ്രോൺ
ഈ സാധനം അടിപൊളി റിസൾട്ടാണ്. എൻ്റെ അമ്മ അടിപൊളി റിസൾട്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്ക്. പറ്റുന്നവരുണ്ടെങ്കിൽ ഫേസിൽ എന്നുവെച്ചാൽ അലോവേര ഒക്കെ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നല്ല റിസൾട്ടാണ്. എൻ്റെ അത്യാവശ്യം കുരുക്കൾ പിന്നെ ഒരു ഇതൊക്കെ പോക്കിയതാണ്. എന്ന് വെച്ചാൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ പേടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വാരിപ്പൊത്താൻ അങ്ങനെ ഒരു ടൈമും മടിയും എല്ലാം കൂടെ ഉള്ള ടൈമിൽ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അലോവേരയിൽ നിന്നിട്ടാണ്. എൻ്റെ വീട്ടിൽ അലോവേര നന്നായിട്ടുണ്ട്. മുടി എനിക്കുള്ള സമയത്ത് ഞാൻ മുടി തേക്കാൻ വേണ്ടിയിട്ട് അമ്മ കുഴിച്ചിട്ടേക്കുന്നതാണ്, താളിയൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഡെയിലി. സോ അമ്മ എന്ത് ചെയ്യും, ഈ അലോവേര കുഴിച്ചിടും, വെള്ളം നനയ്ക്കും, ഞാൻ അതിന് പിച്ചും. അതങ്ങനെ എല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തിട്ട് അങ്ങനെ റബ്ബ് ചെയ്യും. ജെല്ല് മാത്രം എടുത്തിട്ട് ഗ്രീൻ പോർഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് റബ്ബ് ചെയ്യും. ഉറങ്ങുന്നതിന് മുൻപ് നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ഫേസ് കഴുകാതെ അങ്ങനെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു ആ ടൈമിലൊക്കെ. എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ്, പിന്നെ കുരുക്കളുണ്ടെങ്കിൽ അത്, പിന്നെ ചെറിയ ചെറിയ കുരു പോയ പാടുകൾ, അങ്ങനത്തെ എല്ലാം എൻ്റെ കളഞ്ഞ് ഭയങ്കര ക്ലീൻ ആൻഡ് ഗ്ലോയി. അത് എടുത്ത് പറയണം. കാരണം ആ ഒരു ടൈമിൽ അത്രയും ആ ഒരു നല്ലൊരു ഡീപ്പ് മോയ്സ്ചർ ഗ്ലോയി ലുക്ക് തന്നേക്കുന്നതിൻ്റെ ഒരു ഇത് ഇതായിരുന്നു. അതിൻ്റെതായിരുന്നു, അലോവേര ജെല്ലായിരുന്നു.